അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകണം വഴുതനങ്ങ മെഴുക്ക് പുരട്ടി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, അധികം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നല്ലപോലെ വരട്ടിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. വഴുതനങ്ങയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് തിരുമ്മി വെച്ചേക്കും. വഴുതനങ്ങ നമ്മൾ നന്നാക്കുമ്പോൾ അല്ലേ അരിഞ്ഞ് വെള്ളത്തിയിട്ട് ഇടരുത്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറും. അപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കണേ. അപ്പോൾ അങ്ങനെ കഴുകി എടുത്തു കഴിഞ്ഞാൽ അതിൽ വെള്ളം കിട്ടില്ല. അപ്പോൾ നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലോണം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ വഴുതനങ്ങ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, അതുകൊണ്ട് വിഷമുള്ള സാധനമൊന്നുമല്ലേ. നമ്മുടെ വീട്ടിലുണ്ടായ വഴുതനങ്ങയുണ്ട്, പ്രത്യേകതയുണ്ട്. സാധാ ഈ വയലറ്റ് വഴുതനങ്ങയുടെ ഉള്ളിൽ പുഴു ഉണ്ടാവും. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മിക്കവാറും എല്ലാത്തിൻ്റെയും ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ ഉള്ളിലില്ല. അത് ഞാൻ പറഞ്ഞത് നല്ലതാണെന്ന്. അപ്പം ഞാൻ നല്ലോണം വാട്ടിയെടുത്ത് ഇനിയിപ്പോൾ അപ്പോൾ ആ വഴുതനങ്ങയും കൂടി ഇതിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവിയിൽ പയ്യെ വേവിച്ചെടുക്കാം കേട്ടോ. അതിട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പയ്യെ വേവിച്ചെടുക്കണം. തീ കുറച്ച് വെച്ച് ആവിയിൽ വേണം വേവിക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. എനിക്ക് വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വഴുതനങ്ങ ഇങ്ങനെ വാട്ടണത് ഇഷ്ടമാണ്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണതല്ലാതെ തീയൽ ഉണ്ടാക്കണതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ, അത് ശ്രദ്ധിച്ചോട്ടാ. ഒരു പൊടിക്ക് മുളക് പൊടിയേ ചേർക്കുള്ളൂ. പച്ചമുളക് നല്ലപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ പച്ചമുളകിൻ്റെ ഇതിൽ വേവണം, അതാണ് ടേസ്റ്റ്. ഈ വയലറ്റ് വഴുതനങ്ങേക്കാളും നല്ലത് മറ്റേ പച്ചയാണ്. അപ്പോൾ എൻ്റെ വഴുതനങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പയ്യെ കുറച്ച് നേരം കൂടി ആവിയിലിരുന്ന് വെന്ത് കഴിയുമ്പോൾ നല്ലപോലെ വാടി കിട്ടും കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കൂട്ടി തിന്നാം. നല്ല എരിവൊക്കെ ഉണ്ട്, പച്ചമുളക് ഇടുന്നതുകൊണ്ട് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുകയും ചെയ്യണേ.